കോഴികളിലെ രക്താതിസാരം നിയന്ത്രണ മാർഗങ്ങൾ. കോക്സിഡിയോസിസ് അഥവാ രക്താതിസാരം ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടോസോവയാണ്. നമ്മൾ ബാക്ടീരിയ രോഗത്തെക്കുറിച്ചും വൈറസ് രോഗത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവിയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. പേരിൽ ഞാൻ പറഞ്ഞ പോലെ രക്താതിസാരം, കാട്ടത്തിലൂടെ പോകുന്ന കാട്ടം രക്തം കലർന്നിരിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അതുകൂടാതെ ഈ വിശപ്പില്ലായ്മ, ബ്രോയിലർ കോഴിയാണെങ്കിൽ തൂക്കം കുറയുക, ബ്രോയിലർ കോഴിയല്ല ഏത് കോഴിയാണെങ്കിലും തൂക്കം കുറയും, മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ മുട്ട ഉൽപ്പാദനം കുറയും, അതുപോലെ തന്നെ മരണനിരക്കും വളരെ കൂടിയ രോഗമാണ് കോക്സിഡിയോസിസ്. നമ്മുടെ ഫാമിലെ കോഴികൾക്ക് ഈ രോഗം എങ്ങനെ വരും? ഈ രോഗകാരിയായിട്ടുള്ള ഐമീറിയ എന്ന് പറയുന്ന രോഗാണു ഏകദേശം 9 സ്പീഷീസിലുള്ള ഐമീറിയ ഈ രോഗമുണ്ടാക്കുന്നുണ്ട്. അത് ബാധിക്കുന്നത് നമ്മുടെ കോഴിയുടെ കുടലിനെയും അതുപോലെ സീക്ക എന്ന് പറയുന്ന ഭാഗത്തെയാണ്. അവിടെ ബാധിക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ തോല് പൊളിഞ്ഞു വന്നിട്ടാണ് ഈ കാട്ടത്തിൽ രക്തം കലർന്ന് നമ്മൾ കാണുന്നത്. ഈ രോഗാണു ഏറ്റവും അധികം പടർന്നു പിടിക്കുന്നത് 21 ഡിഗ്രി മുതൽ 35 ഡിഗ്രി താപനിലയുള്ള അന്തരീക്ഷത്തിലാണ്. അന്തരീക്ഷത്തിൽ ഈർപ്പവും അതിനൊരു കാരണമാണ്. പിന്നെ വായുസഞ്ചാരം, വെന്റിലേഷൻ ശരിയായിട്ടില്ല, വായുസഞ്ചാരം കുറഞ്ഞ ഫാമുകളിലുമൊക്കെയാണ് ഈ രോഗം ഏറ്റവും പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ താപനിലയും ഈർപ്പവുമുള്ള അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും ചുറ്റുപാടുന്ന് ഈ രോഗം വരാം. ഈ രോഗം വന്ന ഒരു കോഴിയുടെ കാട്ടത്തിലെ രക്തം കലർന്ന കാട്ടം മറ്റൊരു കോഴി കൊത്തി തിന്നുകയോ അല്ലെങ്കിൽ അതുമായിട്ട് എങ്ങനെയെങ്കിലും വായുവിലൂടെയോ വെള്ളത്തിൽ കലരുകയോ ഒക്കെ ചെയ്താൽ അതുവഴി പുതിയൊരു കോഴിക്ക് ഈ ഇൻഫെക്ഷൻ ലഭിക്കുന്നു. ഇൻഫെക്ഷൻ ലഭിച്ച കോഴി 2-7 ദിവസം കൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ പ്രകടമാക്കുന്നു. അങ്ങനെ വരുന്ന കോഴി ഗുരുതരമായ രീതിയിൽ രോഗം വരികയാണെങ്കിൽ മരണപ്പെടുകയും ചെയ്യും. ഇതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഈ രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കർഷകർ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശുചിത്വമാണ് അതിൽ ഒന്നാമത് നിൽക്കുന്ന കാര്യം. നല്ല വൃത്തിയുള്ള വെള്ളം നൽകുക, വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുക, കണ്ടാമിനേറ്റഡ് അതിലേക്ക് ഒരു രോഗാണു കടക്കാതിരിക്കാൻ, ഇങ്ങനെ രോഗം വന്ന കോഴികളുടെ കാട്ടം ഒന്നും ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ സൂര്യപ്രകാശം നമ്മുടെ ഫാമുകളിൽ ഒരു നേരമെങ്കിലും നല്ലപോലെ സൂര്യപ്രകാശം ഉണ്ടാവണം, നല്ല വായുസഞ്ചാരം ഉണ്ടാവണം. ചില കോഴിക്കൂടുകളിലെങ്കിലും തറ വയർ മെഷുകൾ കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള കൂടുകളിൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഡ്രോപ്പിങ്സ്, അതിൻ്റെ കാട്ടം താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അത് മറ്റൊരു കോഴിക്ക് കിട്ടുന്നില്ല. പിന്നെ രോഗം ബാധിച്ച കോഴികളെ പ്രത്യേകം മാറ്റിയും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് കോക്സിഡിയ രോഗത്തിൽ നിന്ന് നമ്മുടെ കോഴികളെ സംരക്ഷിക്കാം. കൂടാതെ ഈ രോഗത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറയും. അതായത് ഒരിക്കൽ ഈ രോഗം വന്ന് അതിന് പ്രതിരോധ ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രോഗം വരില്ല. അങ്ങനെ ഒരു ഫാമിൽ കുറേ കാലം ഈ രോഗാണുവിന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മുതിർന്ന കോഴികൾക്കൊന്നും രോഗമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കോഴിക്കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവയ്ക്കാണ് ഈ രോഗം പെട്ടെന്ന് വരുന്നത്. കോക്സിഡിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന മരുന്ന്, അതായത് ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന മരുന്ന് തീറ്റയിൽ ചേർത്ത് കൊടുക്കും. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെറിയ അളവിൽ കോക്സിഡിയോസ്റ്റാറ്റ് തീറ്റയിൽ ചേർത്ത് കൊടുത്താൽ തന്നെ ഈ രോഗത്തെ നമുക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാം.